ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം അടിപൊളിയായിരുന്നില്ലേ? ശരിയാ, ഡാൻസും പാട്ടുമൊക്കെ എല്ലാവരും തകർത്തു. അലീസ, നീ ആ ഫാദർ പറഞ്ഞ ക്രിസ്മസ് മെസ്സേജ് കേട്ടായിരുന്നോ? ആ കഥ ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എല്ലാവരും നിശബ്ദരായി കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. എടി മിന്നു, നിനക്ക് എക്സാം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ഇനി മാർക്ക് കിട്ടുമ്പോ അറിയാം. ഓ, സ്കൂള് പൂട്ടിയില്ലേ? ഇനി കുറച്ച് ദിവസത്തേക്ക് പഠിക്കണ്ടല്ലോ. ഈ വെക്കേഷൻ നമുക്ക് അടിച്ചു പൊളിക്കാം. നോക്കിക്കേ, നമ്മുടെ മാഗി അമ്മാമല്ലേ അവിടെ ഇരിക്കുന്നത്. എത്ര നാളായ അമ്മാമയെ കണ്ടിട്ട്? ഞാൻ ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. അതവൾ വെറുതെ പറയുന്നത് അമ്മാമേ. മാഗി അമ്മാമേ, എത്ര നാളായി അമ്മാമയുടെ കഥ കേട്ടിട്ട്? എക്സാമിന് പഠിച്ച ബോറടിച്ചു. ശരിയാ അമ്മാമേ, ഞങ്ങൾക്ക് നല്ലൊരു കഥ കേൾക്കാൻ കൊതിയാകുന്നു. ഓ, ഞാനും നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത്ര ധൃതിയായോ കഥ കേൾക്കാൻ? ഇന്ന് നമുക്ക് ഈശോയുടെ പുൽക്കൂടുമായി ബന്ധപ്പെട്ട ഒരു കഥ കേട്ടാലോ? കഥയുടെ പേരെന്താ അമ്മേ? കഥയുടെ പേര് അത്ഭുതമണി. അത്ഭുതമണിയോ? അങ്ങനെ ഒരു കഥയെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഓ, അങ്ങ് ദൂരെ മൗണ്ട് എറ്റ്ന എന്നൊരു നഗരത്തിൽ നടന്ന കഥയാണ്. ആ മലമുകളിലെ പള്ളി അങ്കണത്തിൽ വലിയൊരു അത്ഭുതമണിയുണ്ട്. അതെന്താ അമ്മാമേ, ആ മണിക്ക് എത്ര പ്രത്യേകത? അതിനെ അത്ഭുതമണി എന്ന് വിളിക്കാൻ കാരണം എന്താ അമ്മാമേ? വരൂ, നമുക്ക് കുറച്ച് നടക്കാം. എന്നിട്ട് അമ്മാമ്മ ആ കഥ പറയാം. അമ്മാമേ, സൂക്ഷിച്ചേനേക്ക്, ഞാൻ പിടിക്കാം. ഞാനും പിടിക്കാം അമ്മാമേ. വേണ്ട മക്കളെ, ഞാൻ എഴുന്നേറ്റോളാം. ആ നഗരത്തിൽ ലത്തീഷ എന്നൊരമ്മയും അവരുടെ 2 മക്കളും ജീവിച്ചിരുന്നു. ആ കുട്ടികളുടെ പേരെന്താ അമ്മാമേ? അവരുടെ പേര് നാഥാൻ എന്നും ഏലിഷ എന്നും ആയിരുന്നു. നാഥാൻ, ഏലിശ, നിങ്ങളവിടെ എന്തു ചെയ്യുക? വേഗം വാ, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. മമ്മ, ഇതാ വരുന്നു. മമ്മ, സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ ജോസഫിനൊപ്പം കളിക്കുകയായിരുന്നു മമ്മ. പള്ളിമണി മുഴങ്ങിയത് കേട്ടില്ലേ മക്കളെ? കേട്ടു മമ്മ. ഞങ്ങൾ വരുന്ന വഴി ലിസാന്റിയെ കണ്ടു വിശേഷം പറയുകയായിരുന്നു. ആ, സാരമില്ല. ഏലിശ തിരികെത്തിക്കൂ, നമുക്ക് പ്രാർത്ഥിക്കാം. ശരി മമ്മ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കണ്ണും
കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ആകാശവീതിയിൽ ചേട്ടാ, ക്രിസ്മസ് കാലം എന്ത് രസമാണല്ലേ. എലീശ, നിനക്ക് കരോളിനൊപ്പം പോണോ? വേണ്ട ചേട്ടാ, രാത്രിയായില്ലേ. പിന്നെ മമ്മ, ക്രിസ്മസ് ആയിട്ടും നമ്മൾ ആകാശവിളക്ക് തൂക്കാത്തത് എന്താ? മോളെ, പപ്പ മരിച്ചിട്ട് 1 വർഷമായിട്ടില്ല. അല്ലെങ്കിൽ നമുക്കും ആകാശവിളക്കും പുൽക്കൂടും ഒരുക്കാമായിരുന്നു. മമ്മ വിഷമിക്കേണ്ട. പപ്പ സ്വർഗത്തിലിരുന്ന് നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറ്റും, ഇല്ലേ മമ്മ? ശരിയാ മമ്മ, ഇന്നലെ എന്റെ ടീച്ചറും ഇത് തന്നെയാ പറഞ്ഞു തന്നത്. മരിച്ചവർ ദൈവത്തോട് പറഞ്ഞ് ഭൂമിയിലുള്ളവരെ സമാധാനിപ്പിക്കുമെന്ന്. ശരിയാ മോളെ, പപ്പ സ്വർഗത്തിലിരുന്ന് എല്ലാം കാണുന്നുണ്ടാകും. എന്തായാലും നമുക്ക് ആഘോഷങ്ങളില്ലെന്നത് ശരി തന്നെ. എന്നാൽ പപ്പയുണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ മറക്കുകയില്ല. എന്താ മമ്മ അത്? മക്കളെ, മൗണ്ട് എഡ്നയിൽ ഒരു അത്ഭുത മണിയുണ്ട്. അത് മുഴങ്ങുന്നത് കാണാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പപ്പ പറഞ്ഞിരുന്നു. അത്ഭുതമണിയോ? എന്താ മമ്മ അത്? അവിടുത്തെ പള്ളിയങ്കണത്തിൽ ഒരു പുൽക്കൂടുണ്ട്. അതിൽ കിടത്തിയിരിക്കുന്ന യേശുവിനെ വന്ദിക്കാൻ ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും എന്നു വേണ്ട വിദൂര രാജ്യങ്ങളിൽ നിന്ന് വരെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും അവരുടെ ബന്ധുമുതാദികളുമൊക്കെ വരും. അതെന്താ മമ്മ അങ്ങനെ? അവിടേക്ക് മാത്രമായി എല്ലാവരും വരുന്നത്? പുൽക്കൂട് ഉണ്ണീശോയും എല്ലാ പള്ളിയിലും ഒരുക്കുന്നതല്ലേ? അവിടെയാണ് അത്ഭുതമണിയുടെ പ്രത്യേകത. എല്ലാവരും വന്ന് ഉണ്ണീശോയെ വണങ്ങി കാണിക്കയിടും. എന്നിട്ട് ദൈവകൽപ്പനകൾ അനുസരിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ച് ത്യാഗം ചെയ്ത് ജീവിക്കുന്നവർ കാണിക്കയിടുമ്പോൾ ആ അത്ഭുതമണി താനെ മുഴങ്ങും. മണി താനേ മുഴങ്ങുമെന്നോ? അത്ഭുതം തന്നെയല്ലേ ചേട്ടാ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അത്ഭുതമണി കൊള്ളാമല്ലേ മോളെ? ഇതിനു വേണ്ടിയാണോ ഇത്രയും ജനക്കൂട്ടം അവിടെ വരുന്നത്? മമ്മ, എനിക്ക് ഈ അത്ഭുതമണി ഇപ്പോൾ തന്നെ കാണണം. നമുക്ക് പോകാം മമ്മ. ആ ശരിയാ, ആര് കാണിക്കിടുമ്പോഴാണ് അത്ഭുതമണി മുഴങ്ങുന്നതെന്ന് കാണാമല്ലോ. അതെ അതെ, ആരാണ് ആ ഭാഗ്യവാനെന്ന് കാണാമല്ലോ. മമ്മ, നാളെ രാവിലെ നമുക്ക് 3 പേർക്കും കൂടി പോയാലോ? മക്കളെ, മമ്മ വരുന്നില്ല. പപ്പയുടെ ഓർമ്മദിനം കഴിയാതെ മമ്മ എവിടേക്കുമില്ല. നിങ്ങൾ 2 പേരും കൂടി പോയിക്കൊള്ളൂ. മക്കളെ, ഈ കുഞ്ഞുടുപ്പുകൾ തുന്നിക്കൂട്ടിയുള്ള പൈസ മമ്മയുടെ കുടുക്കയിലുണ്ട്. മോളെ എലീശ, ആ കുടുക്കങ്ങെടുത്തേ. ശരി മമ്മ. മമ്മ, ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. ശരിയാണല്ലോ, ഇത് തികയില്ലല്ലോ. മമ്മയുടെ കയ്യിൽ വേറെ പൈസയുമില്ല. ഇനി എന്തു ചെയ്യും? മമ്മ, ഞാനൊരു സൂത്രം പറയാം. ഈ പൈസ ഞങ്ങൾ നേർച്ച ഇട്ടോളാം. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് നടന്നു പോയിക്കോളാം. അപ്പോ പ്രശ്നം തീർന്നില്ലേ? കുറെ ദൂരം നടക്കാനുണ്ട്. സാരമില്ല മമ്മ, ഞങ്ങൾ നടന്നു പോയിക്കോളാം, അല്ലേ ചേട്ടാ? മക്കളെ, സൂക്ഷിച്ച് വേണം പോകാൻ. ശരി മമ്മ. താങ്ക് യു മമ്മ. എന്നാൽ ഇനി വൈകണ്ട. നേരം ഒരുപാടായി. നാളെ അതിരാവിലെ പോകേണ്ടതല്ലേ. നമുക്ക് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാം. പോയിട്ട് വരട്ടെ മമ്മ. എല്ലാം എടുത്തില്ലേ മക്കളെ? ഉവ്വ് മമ്മ.
മോനെ നാദാൻ, സൂക്ഷിച്ചു പോകണം കേട്ടോ. ഏലിശായെ ശ്രദ്ധിക്കണം, കൈവിട്ട് നടക്കരുത്. ശരി മമ്മ, മമ്മ പേടിക്കണ്ട, ഞാൻ ശ്രദ്ധിച്ചോളാം. എങ്കിൽ പോയി വാ മക്കളെ, നന്നായി ഉണ്ണീശോയോട് പ്രാർത്ഥിക്കണം. ശരി മമ്മ. ഹായ്, എന്തു ഭംഗിയാ ചേട്ടാ ഇവിടുത്തെ അലങ്കാരങ്ങളൊക്കെ കാണാൻ. എല്ലാവരും ക്രിസ്മസ് നന്നായി ആഘോഷിക്കുകയാണല്ലോ. ഏലീശ, അങ്ങോട്ട് നോക്കിയേ. ഒരു സംഘം സാന്റോ ക്ലോസിനൊപ്പം പാട്ട് പാടി ഡാൻസ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഡാൻസോ? ചേട്ടാ, നമുക്കും അത് കണ്ടിട്ട് പോകാം. പിന്നെന്താ, ഇതൊക്കെ കാണാനും ആസ്വദിക്കാനുമുള്ളതല്ലേ. വരൂ, നമുക്ക് അവിടെ ഇരുന്ന് കാണാം. Venite insieme a trovarlo, e con la stella dei manci davanti a noi. ആനന്ദം മഞ്ഞായി പെയ്യും നേരം വന്നേ, ഹാപ്പി ക്രിസ്മസ്. ആഘോഷം താളം തുള്ളും കാലം വന്നേ, മെറി ക്രിസ്മസ്. ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും, വിളിയാകെ പുതുവർണ്ണം. ഇനി ആടാം പാടാം സന്തോഷത്തിൻ നീളം എന്നാണ്. മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം, മനമാകെ പുതുജീവൻ. ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും, വിളിയാകെ പുതുവർണ്ണം. ഇനി ആടാം പാടാം സന്തോഷത്തിൻ നീളം എന്നാണ്. മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം, മനമാകെ പുതുജീവൻ. ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. Bon 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 Natale, bon Natale, bon 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 Natale, bon Natale, bon 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 Natale, bon Natale, bon 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 Natale, bon Natale. Christmas, Christmas, Merry Christmas. Bon Natale means Merry Christmas. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി Bon Natale വീണ്ടും വന്നിടുന്നു. ഗ്ലോറിയ ഗീതകം പാടി സ്തുതിച്ചിടാം, വാനവരോടൊപ്പം നൃത്തം ചെയ്യാം. രക്ഷകൻ ഈശനെ കണ്ടു വണങ്ങിടാം, എങ്ങും ആഘോഷമായി. ക്രിസ്മസ് മൊഴികളിൽ ക്രിസ്മസ് ഹൃദയത്തിൽ ആനന്ദം കൊണ്ടെത്താനേ. ക്രിസ്മസ് മൊഴികളിൽ ക്രിസ്മസ് ഹൃദയത്തിൽ ആനന്ദം കൊണ്ടെത്താനേ. ക്രിസ്മസ് ക്രിസ്മസ് മെറി ക്രിസ്മസ്. Bon Natale means Merry Christmas. സ്നേഹത്തിൻ പുതുവർണ്ണ കാഴ്ചയുമായി Bon Natale വീണ്ടും വന്നിടുന്നു. Christmas,
മോഹത്താലെ വിജയയിൽ ക്രിസ്മസ് കൊടികളിൽ ക്രിസ്മസ് ഹൃദയത്തിൽ മോഹത്താലെ Feliz Navidad, Feliz Navidad, Feliz Navidad, próspero año y felicidad. Feliz Navidad, Feliz Navidad, Feliz Navidad, próspero año y felicidad. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart. Feliz Navidad. Feliz Navidad. Feliz Navidad, próspero año y felicidad. Feliz Navidad, Feliz Navidad, Feliz Navidad, próspero año y felicidad. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my heart. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas.
എന്ത് രസമായിരുന്നല്ലേ ചേട്ടാ ഡാൻസ് കാണാൻ. എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നു. വാ, ഡാൻസ് ഒക്കെ പിന്നെ കളിക്കാം. നമുക്ക് ഉണ്ണീശോയെ കണ്ട് കാണിക്കിടണ്ടേ? ദാ അങ്ങോട്ട് നോക്ക്, അതാണ് മൗട്ടന്ന. ചേട്ടാ, ആ കാണുന്നതാണോ അത്ഭുതമണി? ആ, അത് തന്നെ. നേർച്ചയിടാൻ നല്ല തിരക്കാണല്ലോ. വാ, നമുക്ക് വേഗം പോകാം. ഹായ്, എന്തു ഭംഗിയാ അത്ഭുതമണി കാണാൻ. എലീഷ, നേരം വൈകി, വേഗം നടക്ക, നമുക്ക് അവിടെ എത്തണ്ടേ? ഈ പ്രാവശ്യം ഞാൻ നേർച്ചയിടുമ്പോൾ എന്തായാലും മണിമുഴങ്ങും. ജനങ്ങൾക്ക് വേണ്ടി അത്രയധികം ഞാൻ ചെയ്തിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടായില്ല, അതവർക്ക് പ്രയോജനപ്പെടണം. പിന്നെ ഞങ്ങളെപ്പോലെ 25 നോമ്പും 50 നോമ്പും ഒക്കെ എടുക്കണം. അതുകൊണ്ട് മാത്രമായില്ല, ഉപവാസവും അനുഷ്ഠിക്കണം. എന്തായാലും ഇത്തവണ മണി മുഴക്കുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും. ഒന്ന് മാറി നിൽക്ക മനുഷ്യ. ഈ തിരക്കിനിടയിൽ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാറന്മാരെ, വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും തരണേ. ഇയാൾക്ക് എന്താ കാര്യം? അങ്ങോട്ട് മാറി നിൽക്കൂ. എന്തെങ്കിലും തന്ന് സഹായിക്കണേ. അങ്ങോട്ട് മാറി നിൽക്കൂ. തന്നെ സഹായിക്കുവാൻ ഞങ്ങൾക്കാർക്കും സമയമില്ല. ഞാൻ വേഗം ചെന്ന് നേർച്ചയിട്ട് മണിമുഴക്കട്ടെ. മാറി നിൽക്ക്. വാ, നമുക്കും പോകാം. എന്റെ ഈശോയെ, എന്റെ ഈ പ്രജകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഓർക്കണമേ. ഈ തവണയെങ്കിലും മണിമുഴങ്ങണമേ. എന്തൊരു കഷ്ടമാണിത്. ഈ തവണയും മണിമുഴക്കാൻ സാധിച്ചില്ലല്ലോ. വാ, നമ്മൾ നേർച്ചയിട്ടാൽ എന്തായാലും മണി മുഴങ്ങും. ഈശോയെ, എല്ലാ ദിവസവും ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട്, നോമ്പുകളും അനുഷ്ഠിക്കുന്നുണ്ട്. ഞങ്ങളിൽ കനിയണമേ. മണി മുഴങ്ങിയതു തന്നെ. ഇവർക്കാർക്കും സാധിക്കാത്തൊരു കാര്യം എനിക്ക് സാധിക്കും. കാരണം ലോകത്തിൽ ഏറ്റവും വലിയ സമ്പന്നനാണ് ഞാൻ. എല്ലാം ഞാൻ സ്വയം അധ്വാനിച്ചുണ്ടാക്കിയതാണ്. വലിയ ബംഗ്ലാവ്, കാറ്, സെർവൻസ്, ആഭരണങ്ങൾ, ഇതെല്ലാം ഞാൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയതാണ്. എന്തായാലും ഇത്തവണത്തെ ഭാഗ്യവാൻ ഞാൻ തന്നെ. കാണാമല്ലോ നമുക്ക്. അയാൾക്കും ലഭിച്ചില്ലല്ലോ ആ ഭാഗ്യം. ഇനി ആരായിരിക്കും ആ ഭാഗ്യവാൻ? കാത്തിരുന്ന് കാണുക തന്നെ. ചേട്ടാ, ഇതുവരെ ആർക്കും മണിമുഴക്കാൻ സാധിച്ചില്ലല്ലോ. ഇപ്രാവശ്യം മണിമുഴക്കുന്നത് കേൾക്കാൻ പറ്റുമോ ചേട്ടാ? വാ, നമുക്ക് നോക്കാം. ദേ ഒരു അപ്പൂപ്പൻ
അപ്പൂപ്പന് സുഖമില്ലെന്ന് തോന്നുന്നു. വാ നമുക്ക് നോക്കാം. അപ്പൂപ്പ എന്ത് പറ്റി? ചേട്ടാ, അപ്പൂപ്പൻ നന്നായി വിറയ്ക്കുന്നുണ്ടല്ലോ. വിശക്കുന്നുണ്ടോ അപ്പൂപ്പ? മക്കളെ, ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. ചേട്ടാ, മമ്മ തന്നുവിട്ട് റൊട്ടി കൊടുക്കാം നമുക്ക്. ആ, വേഗം എടുക്ക്. അപ്പൂപ്പ ഇപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് ആശ്വാസമുണ്ട് മക്കളെ. ഉണ്ണീശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എലീശ, മോള് പോയി ഉണ്ണിയെ കണ്ടിട്ട് നേർച്ചിട്ടിട്ട് വാ. ചേട്ടനും കൂടി വന്നാൽ ഈ അപ്പൂപ്പൻ ഒറ്റയ്ക്കാകില്ലേ? അത് സാരല്ലേ മക്കളെ, മക്കള് പോയി ഉണ്ണിയെ കണ്ടിട്ട് വാ. വേണ്ട അപ്പൂപ്പ, അപ്പൂപ്പൻ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ എവിടേക്കുമില്ല. എലീശ, സമയം വൈകുന്നു. മോള് പോയി നേർച്ചിട്ടിട്ട് വാ. മോള് ഒത്തിരി ആഗ്രഹിച്ചതല്ലേ? പപ്പയുടെയും അമ്മയുടെയും ആഗ്രഹം കൂടിയല്ലേ അത്? അതേ ചേട്ടാ, എനിക്ക് ഉണ്ണിയെ കാണാൻ കൊതിയാവുന്നു. ഞാൻ വേഗം പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ, തിരക്കിലൊന്നും വിടരുത്. ശരി ചേട്ടാ. എന്റെ ഉണ്ണീശോയെ, ഞങ്ങൾ ഒത്തിരി ആഗ്രഹത്തോടെയാണ് ഉണ്ണീശോയെ കാണാൻ വന്നത്. പപ്പായുടെയും അമ്മായുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് ഉണ്ണീശോയ്ക്ക് കാണിക്കയിടണമെന്നുള്ളത്. ഞങ്ങളുടെ മമ്മ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ നോക്കുന്നത്. കുഞ്ഞുടുപ്പുകൾ തുന്നിയുണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഒത്തിരി ആഗ്രഹിച്ചതാ എല്ലാവരും കൂടി ഒരുമിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നുള്ളത്. എന്തായാലും ഇന്നത് സാധിച്ചു. പപ്പ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നുണ്ടാകും. ഉണ്ണീശോയെ, ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റി ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, എന്റെ ഹൃദയത്തിൽ അവിടുന്ന് എഴുന്നള്ളി വരണമേ. ചേട്ടാ ചേട്ടാ, ഞാൻ നേർച്ചയിട്ടപ്പോൾ അത്ഭുതമണി മുഴങ്ങി. ഞാനാണോ ആ ഭാഗ്യവതി? അതെ മോളെ, ഈശോ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പപ്പ സ്വർഗത്തിലിരുന്ന് എല്ലാം കാണുന്നുണ്ടാകും. മമ്മയ്ക്ക് ഇതറിയുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും. നമുക്ക് വേഗം പോയാലോ? ആ ചേട്ടാ, നമുക്ക് ഈ സന്തോഷ വാർത്ത മമ്മയെ വേഗം പോയി അറിയിക്കാം. എന്റെ പൊന്നുണ്ണീശോയെ, ഞങ്ങളെ അനുഗ്രഹിച്ചതിന് അങ്ങക്ക് 1000 നന്ദി. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിനമാണിന്ന്. നന്ദിയുണ്ട് ഈശോയെ. ദരിദ്രരെയും ആലംബഹീനരെയും നാം കണ്ടില്ലെന്ന് നടിക്കരുത്. നിന്നേക്കാൾ എളിയവന് നന്മ ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത്. പ്രൗഢിയോ പ്രതാപമോ കാണിക്കുന്നതിലല്ല, മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോഴാണ് മനസ്സിൽ ദൈവം ജനിക്കുന്നത്. ഓരോ ക്രിസ്തുമസിലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിയേശു പിറക്കട്ടെ. ഹായ് അമ്മാമ്മേ, എന്ത് നല്ല കഥ. അതെ അതെ, എത്ര പ്രഗത്ഭരുണ്ടായിട്ടും അവർക്കൊന്നും ഈ അത്ഭുതമണി മുഴക്കാൻ സാധിച്ചില്ലല്ലോ. എലീഷ എത്ര ഭാഗ്യവതിയാണല്ലേ. അതെ അതെ, എനിക്കും എലീഷയെ പോലെയാകണം. നമ്മളും എലീഷയെയും നാദാനെയും കണ്ടു പഠിക്കേണ്ടതല്ലേ? തീർച്ചയായും അവർ ചെയ്ത നിഷ്കളങ്കമായ പ്രവൃത്തിയാണ് അവരെ ഭാഗ്യമുള്ളവരാക്കിയത്. ഇതുപോലെയായിരിക്കണം നമ്മുടെ ഓരോ പ്രവൃത്തിയും. അമ്മാമ്മേ, കഥ
മക്കളെ, ഇന്ന് നമ്മുടെ പള്ളിയിൽ കരോൾ ഗാനം നടക്കുന്നുണ്ട്. നമുക്കൊരുമിച്ച് പള്ളിയിലേക്ക് പോയാലോ? ആ കരോൾ ഗാനം തുടങ്ങാറായെന്നാ തോന്നുന്നേ. നമുക്ക് വേഗം പോവാം മാമി.